നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്കിലും 23,800 എന്ന ലെവലിന് മുകളിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ഇന്ന് കൺസോളിഡേഷൻ നടക്കുകയും ചെയ്തു. ഇന്നുകൊണ്ട് നിഫ്റ്റിയുടെ ഈ കലണ്ടർ മാസത്തിലെ ട്രേഡിംഗ് സെഷനുകൾ പൂർത്തിയാകുമ്പോൾ ഈ മാസം ആകെ മന്ത്ലി ബേസിസിൽ 211.25 പോയിന്റുകളുടെ നേട്ടം മാത്രമേ നിഫ്റ്റിക്ക് കൈവരിക്കുവാനുമായുള്ളൂ. ഈ മാസം 1-ാം തീയതി 23,654.5 എന്ന ലെവലിലാണ് നിഫ്റ്റി ഓപ്പണിംഗ് രേഖപ്പെടുത്തിയതും. എന്നാൽ അതേസമയം 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഈ മാസം ഒറ്റത്തവണ പോലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നുമില്ല. ഈ മാസം 11-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു നിഫ്റ്റി ഈ മാസത്തിലെ ഏറ്റവും ലോ ലെവലായ 23,072 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നതും. എന്നാൽ അതേസമയം ഒരാഴ്ചകൾക്ക് മുന്നേ 25-ാം തീയതി 24,261 എന്ന മന്ത്ലി ഹൈയും നിഫ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറിയും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. തൽഫലമായി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഓപ്പണിംഗും ലഭിച്ചു. എങ്കിലും ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. ആദ്യത്തെ 5 മിനിറ്റിൽ ക്യാൻഡിൽ തന്നെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള നിഫ്റ്റിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. പിന്നീട് 2 തവണ ഇന്ന് നിഫ്റ്റി കരകയറാൻ ശ്രമിച്ചെങ്കിൽ കൂടിയിട്ടും 23,999 എന്ന ലെവലിൽ വെച്ച് റെസിസ്റ്റൻസും നേരിട്ടു. തൽഫലമായി പിന്നീട് ഒരിക്കലും നിഫ്റ്റിക്ക് അതിന്റെ സൈക്കോളജിക്കൽ ലെവൽ തിരിച്ചു പിടിക്കുവാനുമായില്ല. തൽഫലമായി 80 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,865 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 249 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 184 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,740 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1,248 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഐഷ മോട്ടേഴ്സ്, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമർ, TCS, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ട് വന്നപ്പോൾ മാരുതി സുസുക്കി, ടൈറ്റാൻ കമ്പനി, അദാനി എന്റർപ്രൈസസ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനും സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ തുടർച്ചയായി ഇന്ന് നിഫ്റ്റി ഐടിക്ക് ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു, ഏകദേശം 2.5%. അതേസമയം FMCGക്ക് 0.6%, മീഡിയയ്ക്ക് 0.8% നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തു. കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടം കൈവരിക്കുവാനുമായി. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ബോർഡർ മാർക്കറ്റ്സുകൾക്ക് തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുവാനുമായി മിഡ് ക്യാപ്പിന് 0.3%, അതേസമയം സ്മോൾ ക്യാപ്പിന് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 13 പൈസയുടെ നഷ്ടത്തോടുകൂടി 94.66 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപ ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ജെഫ്രീസ് ഇന്ന് മാരുതി സുസുക്കിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ബൈ റേറ്റിംഗ് നൽകിയതിന്റെ ഫലമായിട്ട് കൂടാതെ ടാർഗറ്റ് പ്രൈസും ഉയർത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ 4% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെട്ടതും. തൽഫലമായി ഇന്ന് സ്റ്റോക്ക് നിഫ്റ്റി 50യിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കായിട്ട് മാറുകയും ചെയ്തു. ഇൻഡിപെൻഡന്റ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ് റിസർച്ച് ഫേമായ ക്വാണ്ടെക്കോയുടെ പുതിയ റിസർച്ചുകൾ പ്രകാരം നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് അയവ് വരികയും തൽഫലമായി എണ്ണയുടെ വിലയിലുണ്ടായ ഗണ്യമായ ഇടിവിനെ തുടർന്ന് ഇന്ത്യയുടെ 2027 സാമ്പത്തിക വർഷത്തെ GDP ഗ്രോത്ത് റേറ്റ് 6.2% നിന്നും 6.4% ഉയർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട്സ് ഇന്ന് വന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നും വീണ്ടും തുടർച്ചയായിട്ട് ഇന്ത്യൻ IT മേഖലയിൽ
ശക്തമായ ഇടിവാണ് അനുഭവപ്പെട്ടതും. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് 3 മാസത്തിലേറെ കാലമായിട്ട് വെസ്റ്റ് ഏഷ്യയിൽ നടന്ന പ്രശ്നങ്ങളെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ട് കഴിഞ്ഞ തവണ മെയ് മാസത്തെ യുഎസിലെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നപ്പോൾ 4% മുകളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് വാർണിംഗ് ആണ് ലോകത്താകമാനം നൽകിയത്. ആയതിനാൽ തന്നെ നാളെ വൈകുന്നേരം ഫെഡ് ചെയർമാന്റെ സ്പീച്ച് നടക്കാനിരിക്കുന്നു. കൂടാതെ അടുത്ത മാസം വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ തങ്ങൾക്കുള്ള ഓർഡറുകളിൽ കുറവ് സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഒട്ടുമിക്ക IT കമ്പനികളും. എസ്പെഷ്യലി ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസിന്റെ നല്ലൊരു ഭാഗവും വരുന്നത് യുഎസിൽ നിന്നായതിനാൽ തന്നെ തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്ക് 2.73% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ പെർസിസ്റ്റന്റ് സിസ്റ്റം ഒഴിച്ച് ബാക്കി 9 സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ ഇന്നലെ 11% ഇടിവ് രേഖപ്പെടുത്തിയ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിൽ കമ്പനിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം നടത്തിയ അക്വിസിഷനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് പങ്കുവച്ചതാണ് 28 പോയിന്റുകളുടെ അഥവാ 0.65% നേട്ടത്തിലേക്ക് ഇന്ന് പെർസിസ്റ്റന്റ് സിസ്റ്റത്തെ നയിക്കുവാനും ഇടയാക്കിയത്. ബാക്കി LNT മൈൻട്രിക്ക് 4%, ഇൻഫോസിസിന് 3.5%, TCSന് 3.25%, വിപ്രോയ്ക്ക് 3%, ടെക് മഹീന്ദ്രയ്ക്ക് 2%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഒട്ടുമിക്ക IT സ്റ്റോക്കുകളും 1% മുതൽ ഇന്ന് 4%-ഓളം ഇടിവാണ് സിംഗിൾ ഡേയിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് IT സെക്ടറിന്റെ മോശമായ പെർഫോമൻസ് തന്നെയായിരുന്നു. ഡൽഹിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ഓട്ടോ പോളിസിയെ കുറിച്ച് പല മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കാണും. അതായത് വരുന്ന ജനുവരി 1 തീയതി 2027 മുതൽ ഡൽഹിയിൽ 3 വീലേഴ്സ് EV മാത്രമേ അനുവദിക്കുകയുള്ളൂ. മറ്റുള്ള ഫ്യൂവൽസിൽ ഓടുന്ന വാഹനങ്ങൾ പുതിയ രജിസ്ട്രേഷൻ നൽകുകയില്ല. മാത്രമല്ല ഏപ്രിൽ 1, 2028 മുതൽ 2 വീലർ വാഹനങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് മൊത്തം ഇലക്ട്രിക് വാഹനം മാത്രമേ നൽകുകയുമുള്ളൂ. ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് EV സ്റ്റോക്കുകളായ ഓല ഇലക്ട്രിക്, ഏതോ എനർജി തുടങ്ങിയ സ്റ്റോക്കുകളിൽ 11%-ഓളം നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും എസ്പെഷ്യലി ഐഷറിന്റെയൊക്കെ സ്റ്റോക്ക് പ്രൈസിൽ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. കാരണം റോയൽ എൻഫീൽഡ് ഐഷറിന്റെ ഒരു ഉപസ്ഥാപനമായതിനാൽ തന്നെ ഡൽഹി പുതുതായിട്ട് നടപ്പിലാക്കിയ EV പോളിസി മറ്റ് കൺവെൻഷണൽ ആയിട്ടുള്ള ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാഹനങ്ങളുള്ള കമ്പനികളെ ശക്തമായി പ്രഷർ ചെയ്യിപ്പിക്കുവാനും ഇടയാക്കി. തൽഫലമായി ഇന്ന് ഓട്ടോ ഇൻഡെക്സിന് ശക്തമായ പ്രഷറും അനുഭവപ്പെടേണ്ടി വന്നെങ്കിലും പിന്നീട് നേരിയ നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിച്ചു. എങ്കിലും ഇന്ന് ഇന്ത്യൻ ഓട്ടോ മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ പ്രഷറും കൂടാതെ കഴിഞ്ഞ വ്യാഴാഴ്ച 383.76 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈങ് നടത്തിയ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഈ ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ 1350.10 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയതും. ഇതുകൂടാതെ കഴിഞ്ഞ വീക്കെൻഡിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും പുനരാരംഭിച്ചെങ്കിൽ കൂടിയിട്ടും നേരിയ തോതിൽ പിന്നീട് തിങ്കളാഴ്ച വെളുപ്പിനോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെ ദോഹയിൽ വെച്ച് അടുത്ത ഘട്ട ചർച്ചകൾ ഇറാനും US തമ്മിൽ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നായിരുന്നു ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിനും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനും ഒരു പരിധിവരെ സ്റ്റെബിലൈസ് ചെയ്യുവാനും സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഇറാന്റെ ഭാഗത്ത് നിന്നും നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചുള്ള കാര്യത്തിൽ തിരസ്കരണമാണ് വരികയും ചെയ്തത്. ഇതുവരെയും USഉം ഇറാനും ഇന്ന് ദോഹയിൽ വെച്ച് നടത്താനിരുന്ന ചർച്ചകൾ പുനരാരംഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അപ്ഡേറ്റ്സും പുറത്തു വന്നിട്ടുമില്ല. ആയതിനാൽ തന്നെ US ഇറാൻ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായത് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും നിക്ഷേപകരുടെയും മാർക്കറ്റിന്റെയും ഇടയിൽ ആശങ്ക ഉളവാക്കാനിടയാക്കിയതും ഇതിന്റെ പ്രതിഫലനമായിട്ട് ഇന്ന് എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ട നേരിയ ഉയർച്ചയും തൽഫലമായി ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും 13 പൈസയുടെ നഷ്ടം നേരിടേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ഇതിനെല്ലാം പുറമെ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി മാത്രമല്ല ക്വാർട്ടർലി എക്സ്പയറി തന്നെയായിരുന്നു. ആയതിനാൽ തന്നെ പൊസിഷൻസ് ഒക്കെ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനാലും ഷോർട്ട് പൊസിഷൻ ഒക്കെ കവർ ചെയ്യുന്നതിനാലും മാർക്കറ്റിൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. രാവിലെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് 56 പോയിന്റുകളുടെ നേരിയ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 1.5% നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ.
ബ്രെൻ ക്രൂഡിന്റെ വിലയിൽ 0.34%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.2% ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിലും 0.25% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡിക്സൺ ടെക്നോളജീസ് കമ്പനിയും വിവോയും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറിന് ഉടൻ തന്നെ സർക്കാർ അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സാണ് വരുന്നത്. അദാനി പോർട്സ് 13,220 കോടി രൂപയ്ക്ക് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% വരുന്ന ഓഹരികൾ വിൽക്കുന്നതിനായിട്ട് MSC ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റിംഗ് ആൻഡ് നിക്ഷേപ വിഭാഗത്തിലെ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമായിട്ട് ഒരു നിശ്ചിത കരാറിൽ ഏർപ്പെട്ടതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. മിൽക്ക് ഫുഡ് 22 ലക്ഷം പുതിയ കൺവേർട്ടബിൾ വാറണ്ടുകൾ നൽകുന്നതിലൂടെ 6.60 കോടി രൂപ സമാഹരിക്കുവാൻ കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. NTPC മറ്റ് ഊർജ്ജ മേഖലയിലെ ബിസിനസ്സുകൾക്കൊപ്പം ഫ്ലോട്ടിംഗ് സോളാർ ബാറ്ററി സംഭരണ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി NTPC ലിമിറ്റഡ് മൗറീഷ്യസിൽ ഒരു പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനം സ്ഥാപിച്ചു. ICICI ബാങ്ക് 12 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 3, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. ജെം എൻവീരിയോ മാനേജ്മെന്റ് സോളൂസ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 26% ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. ഇന്ന് ജൂൺ 30 തന്നെ ഏറ്റെടുക്കൽ പൂർത്തിയാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നതും. ഫോർജിങ്സ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ചെന്നൈ ബെഞ്ചിൽ നിന്നും ഫോർജിങ്സ് ലിമിറ്റഡുമായി പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ DVS ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലയന പദ്ധതിക്ക് അംഗീകാരം നൽകി. അപ്പാർ ഇൻഡസ്ട്രീസ് 2,500 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. എംബസി ഓഫീസ് പാർക്സ് REIT ബംഗളൂരുവിലെ MBS ടെക് വില്ലേജിലെ പ്രധാന ഹോട്ടലായ ഹിൽട്ടൺ ഗാർഡൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് കമ്പനി ഇന്ന് പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.